ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് ലഗ്നത്തിൽ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായി മാളവി യോഗത്തോടു കൂടി നിൽക്കുന്ന ശുക്രൻ, 2-ൽ സൂര്യനും വ്യാഴവും, 3-ാം ഭാവത്തിൽ ബുധൻ, 4-ൽ കേതുവും ചൊവ്വയും, 5-ാം ഭാവം തൊട്ട് ഏകദേശം 9-ാം ഭാവം വരെ ശുദ്ധമാണ്. 10-ൽ രാഹു, 11-ൽ ശനി അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ശനിയും ശുക്രനും വ്യാഴവും അതുപോലെ തന്നെ ബുധനും എല്ലാം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത്. അനുകൂല സ്ഥാനം നിൽക്കുന്ന കാര്യം തന്നെ ഇവർക്ക് ധനസംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിലും ധനസമ്പാദ്യത്തിലും ധനവരവിനും യാതൊരു കുറവും ഉണ്ടാവില്ല എന്നുള്ളത് പറയണത്. ധനകാര്യ സംബന്ധപ്പെട്ടിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള അക്കൗണ്ട് സെക്രട്ടറി സംബന്ധമായിട്ടുള്ള അങ്ങനെ ധനസംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകൾ ചെയ്യുന്നവർക്കും ധാരാളം വരുമാനം വരുവാനുള്ള സാധ്യതകളും പണമിടപാടുകൾ വളരെ കൃത്യമായി നടക്കുവാനുള്ള സാധ്യതകളും അവരവർ അർഹിക്കുന്ന ലെവലിലുള്ള ഉടമ്പടി പ്രകാരമുള്ള ധാരണ പ്രകാരമുള്ള ലെവലുകളിൽ നീക്കുപോക്കില്ലാതെ വരവ് ചെലവുകൾ കറക്റ്റായിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടാക്കടങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ഐശ്വര്യം അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യതയുണ്ട്. വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക്, അതായത് വർത്തമാനം കൊണ്ട്, പ്രഭാഷണം കൊണ്ട്, നാവാൽ കൊണ്ട് ജീവിക്കുന്നവർക്കും അല്ലെങ്കിൽ തൊഴിൽ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും വളരെ ഉദ്യോഗപരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ്. പ്രത്യേകിച്ച് മാളവ്യ യോഗം പൊതുവെ നല്ലൊരു യോഗമാണ്. വാഹന യോഗങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഡംബരപരമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ പുതിയ കാറില്ലാത്തവർക്കാണെങ്കിൽ, അതായത് 4 ചക്ര വാഹനം ഇല്ലാത്തവർക്കാണെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യതയും, ഉള്ളവർക്കാണെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയും, എക്സിക്യൂട്ടീവ് വണ്ടികൾ വന്ന് വാങ്ങിക്കാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇരുമ്പ് സംബന്ധമായിട്ട് സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മിഷനറി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗകയറ്റം, ബഹുമാനം, പദവി ഉദ്യോഗം, ശമ്പള വർധനവ്, പ്രമോഷൻ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എടുത്തു പറയേണ്ട കാര്യം, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉദ്യോഗപൂർവപരമായിട്ടുള്ള കയറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും പുതുമുഖങ്ങൾക്കെല്ലാം നല്ല അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ ഇതുവരെ സിനിമയിൽ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നിരുന്ന അവർക്കെല്ലാം നടക്കാനുള്ള സാധ്യതകളും എല്ലാം ഈ ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥാനമാന പദവികൾ, സംഭാഷണ ചാതുര്യം കൊണ്ട്, വർത്തമാനത്തിൻ്റെ പവർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ലെവലുകളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത, അവരവർ അർഹിക്കുന്ന പദവികൾ കിട്ടുവാനുള്ള സാധ്യത, അവരവർ പറയുന്ന വാക്കിന് ബലമുണ്ടാവുക, അല്ലെങ്കിൽ പക്വത ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വാക്ക് അംഗീകരിക്കുക എന്നിവയെല്ലാം ഉണ്ടാവും. മേലുദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെയാണ് കാണുന്നത്. അതുപോലെ സേനാധിപത്യം വഹിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് കാണുന്നത്. ഇലക്ട്രിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണ സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ, വസ്ത്രവിവാഹം എന്നീ മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്കും ശുക്രൻ കാരകത്വം വഹിക്കുന്ന കാരണം കൊണ്ട് തന്നെ അത് വളരെ ഗുരുതരമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. ഈ നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കൂറിൽ പെട്ടിരിക്കുന്ന ഇടവക്കൂറിൽ പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാവും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. ധാരാളമായിട്ട് അതിന് വേണ്ട ധനസമ്പാദ്യം ഉണ്ടാക്കുകയും അതിനുവേണ്ട ധനസമ്പാദ്യം കളയാതെയും ഭാഗ്യകടാക്ഷങ്ങൾ കൊണ്ട്, ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും അത് നടക്കാനുള്ള സാധ്യതകളും, അഥവാ ഇതുവരെ നടക്കാതിരുന്ന പണമെല്ലാം കെട്ടി അതിൻ്റെ രേഖകളും മറ്റുള്ളതും, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ വിസകളോ പേപ്പർ വർക്കുകളോ ഒന്നും വരാതിരിക്കുന്നവർക്ക് എല്ലാ തടസ്സങ്ങളിലും മാറി വരുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പൈലറ്റ് സംബന്ധമായിട്ട്, അതായത് വാഹന സംബന്ധം, 2 വീലർ തൊട്ട് വിമാന സർവീസ് നടത്തുന്ന എല്ലാവിധ വാഹന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഈ മാളവീയ യോഗത്തോടു കൂടിയിട്ടുള്ള യോഗം വളരെ അനുകൂലപരമായിട്ടുള്ളതാണ് കാണുന്നത്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ബഹുമാനം, പദവി, ഉദ്യോഗം എല്ലാ വർക്കുകളിലും യഥേഷ്ടപരമായിട്ടുള്ള വരവ് ചെലവുകൾ, ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ കുതിപ്പുകളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വരുമാന മാർഗം, വരുമാന വർധനവ്, അപ്രത്യക്ഷപരമായിട്ട് ധനലാഭം, ഭാഗ്യം, സൗഭാഗ്യം എന്നിവയും മഹാലക്ഷ്മി കടാക്ഷങ്ങളും ഭവനത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധിയും, മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത. ഗർഭിണികൾക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഗർഭം ധരിക്കാതിരിക്കുന്നവർക്കെല്ലാം ഗർഭം ധരിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നൊരു മാസം കൂടിയാണ് ഇത് വരുന്നത്. പുതിയ വിവാഹങ്ങളെല്ലാം കഴിച്ചിട്ട് ചിലപ്പോൾ 2-3 വർഷമായിട്ടും യാതൊരുവിധ നിബന്ധനകളില്ലാതിരിക്കുന്നവർക്ക്, ഗർഭിണികളാകാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നവർക്ക് അത് ഗർഭാധാരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭം ധരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടസന്താന സിദ്ധിക്കുള്ള കാര്യസിദ്ധി കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്താ വെച്ച് പറഞ്ഞാൽ കുറച്ചൊരു ദിവസം വരയ്ക്കും ഈ സൂര്യനോടൊപ്പം നിൽക്കുന്ന വ്യാഴത്തിന് കുറച്ച് മൗഢ്യം വരുന്നുണ്ട്. അത് കാരണം ആ മൗഢ്യം ഉള്ളത് കാരണം കൊണ്ട് വ്യാഴത്തിന് കുറച്ച് ബലം കുറയാനുള്ള സാധ്യതയുണ്ട്. ആ ബലം കുറയുന്ന സമയത്ത് മഹാവിഷ്ണുവെങ്കിൽ സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ പാൽപ്പായസം, ഒരു ദിവസത്തെ പൂജ, ത്രികാല പൂജ, തുളസിമാല, മഞ്ഞപ്പട്ട്, പാൽപ്പായസം എന്നീ വഴിപാടുകൾ ഏതെങ്കിലുമെല്ലാം ഇതിൽ ഏറ്റവും ഉചിതപരമായിട്ടുള്ളത് ദിവസപൂജ അല്ലെങ്കിൽ ത്രികാല പൂജ. അല്ല അന്നത്തെ പക്ഷം പാൽപ്പായസം, നിവേദ്യം, തുളസിമാല, മഞ്ഞപ്പട്ട്, അല്ലാത്തവ സഹസ്രനാമം തന്നെ. ഇതിൽ നിങ്ങൾക്ക് യഥാശക്തി വഴിപാട്, അവനവന് അനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ നടത്താൻ. കോടികൾ ഇടപാട് ചെയ്യുന്നവർക്കെല്ലാം ഓരോ ദിവസത്തെ പൂജ തന്നെ മഹാവിഷ്ണുവിന് പ്രസിദ്ധമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ, പുരാതനപരമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നടത്തുകൊണ്ട് വളരെ ഉദ്യോഗകയറ്റങ്ങൾ, ലാഭങ്ങളും വൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ലാഭങ്ങൾ. അതായത് 1 കോടി ബിസിനസ് നടക്കേണ്ടവിടെ ചിലപ്പോൾ 5 കോടി ബിസിനസ് നടക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷങ്ങളായാലും 1 ലക്ഷത്തിൻ്റെ ബിസിനസ് ആണെങ്കിൽ 5 ലക്ഷം വരയ്ക്കും പോകാനുള്ള സാധ്യതകളും, തൊഴിൽ ചെയ്യുന്നവർക്ക് അവരവർ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ലാഭവിഹിതങ്ങൾ വരുവാനുള്ള സാധ്യതകളും ഈ ഇടവ പോറുകാർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യ കടാക്ഷത്താൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, അപ്രതീക്ഷിതപരമായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ധനലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഷെയർ എല്ലാം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഷെയർ മാർക്കറ്റിലെ ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നവർക്കെല്ലാം വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം ഉള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇടവ പോറുകാർക്ക് ഈ മാസം വളരെ അനുകൂലപരമായിട്ടുള്ള മാസം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ വ്യാഴം സൂര്യനോടൊപ്പം അടുക്കുന്ന സമയത്ത് കുറച്ച് മൗഢ്യം വരുവാനുള്ള സാധ്യത. ഒരു 25 ദിവസത്തെ മൗഢ്യം ഉണ്ടാവും. ആ 25 ദിവസത്തെ ഒരു മൗഢ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അത് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമകരമായിരിക്കും. നമസ്കാരം.